ഇതല്ലേ ഇപ്പൊ വഴി? അപ്പൊ ഇപ്പൊ അങ്ങോട്ട് പോകുന്നു. പാല് മേടിക്കാം നമുക്ക്. ആ സമയത്ത് ബംഗാളി നോക്കി നിങ്ങൾ പറ. പറ ചേട്ടന്റെ മുടി എങ്ങനെയുണ്ട്? ബംഗാളിയാണോ മലയാളിയാണോ? ബംഗാളി കൊച്ചല്ലേ ഇത്? ബംഗാളിയുടെ ഡാഡിയും മമ്മിയും മേളിൽ നിൽപ്പുണ്ട്. ചേട്ടനെ കണ്ട ബംഗാളിനെ പോലെ ഉണ്ടോ മലയാളിനെ പോലെ ഉണ്ടോ? അവൻ നാട്ടുകാരനെ. ചപ്രിയെ എന്ത് പറയാൻ ധരിച്ചേ? പറയുന്നില്ല. എന്ത് അടിയനല്ലേ? അല്ല. അതെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക. അല്ല അടുത്താണ് ചോദിച്ചാൽ ഒന്നും പറയുന്നില്ല. എന്ത് അടിയനല്ലേ? ഒന്നും പറയില്ലേ? ഏത് ചേട്ടനാ തടിയ? ഏത് ചേട്ടനാ? ചേട്ടൻ ഏതാ നോക്കി. 2 ചേട്ടന്മാര് നിപ്പുണ്ട്. ആ ചേട്ടന്മാരൊക്കെ ക്ലിയർ. ബാക്കി പല്ലും കൂടി ബംഗാളിനെ ഇറക്കി. ആശാൻ ബംഗാളിനെ ഇറക്കി. ബീഫിന്റെ ടേസ്റ്റ് നോക്കട്ടെ. ബീഫൊക്കെ മൊരിച്ചെടുത്തിരിക്കുന്നല്ലേ. ഇക്കാലമായിട്ട് ഉപ്പൊക്കെ ആയിരിക്കല്ലേ? അറിഞ്ഞോണ്ട് നീ പല ടേക്ക് എടുത്ത് കഴിച്ചു തീർക്കാൻ നോക്കിയല്ലേടാ നീ ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുന്നു. ഇത് നിനക്ക് കിടന്നു പോകാനുള്ള വണ്ടിയാണ്. നീ എന്താ ഇരുന്ന് പോകുന്നത്? ആ റൈറ്റ്. വണ്ടി പോട്ടെ. വണ്ടി താളല്ല. നിന്റെ വണ്ണക്കാരനെ ഇപ്പൊ വണ്ടി പറഞ്ഞ ഞാനായിട്ട് അപ്പുറത്തിരുന്നോണ്ട് അവന്റെ കിളച്ചവിടെ കൊണ്ട് അവനെ വെയിറ്റ് കാരണം. വരട്ടെ. നീ ഇതിന്റെ ഇടക്ക് അതിനകത്ത് നിനക്ക് വേണ്ടി ഒരു ഓട്ടോ ഉണ്ടാക്കി വെച്ചേ. അവിടെ ഞാൻ എനിക്ക് കാണാൻ പറ്റത്തില്ല. ആരാ പൂച്ചേനെ എടുത്താലും ആ പൂച്ച മാന്തു. അത് എല്ലാം കടിക്കുമല്ലേ? അത് കുറച്ച് പെട്ടെന്ന് നീ പറഞ്ഞ എന്തായാലും എന്റെ ആണോ? കുറച്ച് നേരത്തെ പറയാറുന്നല്ലാടാ നിനക്ക്. എന്താണ് ഇപ്പൊ കയറി പറയുന്നത്? ഈ ഹെൽമെറ്റ് പകുതി പ്രൊട്ടക്ഷന് വേണ്ടിയാണോ? അല്ല, ഒരു കൃത്യനിഷ്ഠ ലൈഫ് വേണമെന്നായിരുന്നു എനിക്ക്. നീ ആഴ്ച ഇൻജക്ഷൻ എടുക്കുക. ആഴ്ച 9 മണിക്ക് മുന്നേ. ഈ മാന്തലിന്റെ ചുറ്റും ഇനി ഒരു പൂക്കളമാക്കി ഇഞ്ചക്ഷൻ എടുക്കണം. മെയിൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ജനറലില്. ഇതാ ഇത് ഒരു പൂച്ച ബാധ്യത. പൂച്ച ആണാണോ പെണ്ണാണോ നോക്കിയതാണോ? അത് നോക്കിയില്ല ഞാൻ. പിന്നെ അവര് ഊട്ടുണ്ടാക്കി വെച്ചിട്ടില്ലേ? 10:45 വെച്ചിട്ടുമുണ്ട്. അടുത്തൊരു അരമണിക്കൂറിൽ ഇവിടെ ചൊറിച്ചില്ല എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവര് പറയുന്ന 1000-ൽ ഒരാൾക്ക് മാത്രമേ ഇഷ്യൂ ഉള്ളൂ. ചിലപ്പോ ചത്തുപോ എന്നും പറഞ്ഞ് ഒപ്പിടിപ്പിച്ച് മേടിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യര് രാവിലെ എണീക്കുമ്പോ ഇഡലി, ദോശ, സാമ്പാർ, ഉച്ചക്ക് ചോറ്, തോരൻ, രാത്രി പിന്നെ ഇത് രാവിലെ എണീക്കുമ്പോ ചിക്കൻ, ഉച്ചക്ക് ചിക്കൻ, ബീഫ്, രാത്രി ചിക്കൻ. ഒരു പൂച്ച കടിച്ചാൽ എന്നെ ട്രിപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന ഇവിടെ. പൂച്ച ആണാണോ പെണ്ണാണോ നോക്കണായിരുന്നു. അപ്പൊ പൂച്ച കടിക്കുമല്ലോ മാന്ത്. നിങ്ങളൊക്കെ എപ്പോ പരിപാടി അവതരിപ്പിച്ചാലും കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് ഞാൻ വന്ന് അപ്പൊ കാലൊടിഞ്ഞ് ഞാൻ പിന്നെ ആശുപത്രിയിലായി. ഇപ്പൊ നിൽക്കുന്നത് 5 മണിക്കൂർ ഇവിടെ ഇരിക്കണം. ഇന്ന് ഞാൻ ജില്ലാശുപത്രി കിടന്നിറങ്ങുമെന്ന് പ്രതീക്ഷയില്ല. എന്റെ കൂടെ അവനുണ്ട്. അവനെന്താണ് ഡെയിലി ഇവിടെ വന്ന് കിടപ്പ് കണക്ക് എന്താ സ്വസ്ഥമായിട്ട് കിടക്കുന്നതാ. സുഖനിദ്ര. അല്ല, ആളെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ മാട്രിമോണിയില്? എനിക്കങ്ങനെ വലിയ പരിചയമില്ല അത് ഉപയോഗിച്ച്. പ്രൊഫൈലുകൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ആലപ്പുഴ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തത് വെച്ചിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയുള്ള ഒരു പെൺകുട്ടി വേണമെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള പ്രൊഫൈലുകൾ ഫിൽട്ടർ ചെയ്തും കൂടെ കിട്ടും. ഓക്കെ, ഒരു ഫെയർ ആയിട്ടുള്ള ഒരു 6 അടി പൊക്കമുള്ള ഒരു പെൺകൊച്ചാണ് വേണ്ടത്. എനിക്ക് ഹൈറ്റ് കൂടുതലായോണ്ട് കിട്ടുന്നില്ല, അതാണ് ബുദ്ധിമുട്ട്. ആലപ്പുഴ തന്നെ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ആലപ്പുഴ ആയിരുന്നു. പക്ഷെ ഇപ്പൊ പ്രായം കയറി പൊക്കോണ്ടിരിക്കുക. ഇനി ആലപ്പുഴ പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ പോകും. 27 ആണെന്ന് പറഞ്ഞാലും 28 ആവുമല്ലേ. 30 ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പിന്നെ മാർക്കറ്റിൽ പോലും കാണത്തില്ല.
അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പ്രിഫറൻസ് മാറ്റി കൊടുക്ക്, പ്രൊഫൈൽ ഇന്നത്തേക്കൊന്ന് മാറ്റി കൊടുക്കാൻ പറ്റുമായിരിക്കും അങ്ങനെയാണെങ്കിൽ സാറിന്. ഞാൻ ഇന്ന് തന്നെ മാറ്റി എടുക്കാം. ഇതിനകത്ത് വെയിറ്റ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ? വെയിറ്റ് ആഡ് ചെയ്യാൻ സാറിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്റെ വെയിറ്റ് അല്ല, പെൺകൊച്ചിന്റെ വെയിറ്റ് ഫിൽട്ടർ ചെയ്യാനുള്ള. അല്ല സർ, ഇല്ലേ? നമുക്ക് ഹൈറ്റ് ആണ് പ്രിഫറൻസ് വരുന്നത്. അപ്പൊ വെയിറ്റ് ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയും? നോർമൽ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് അതിനൊരു ഏകദേശം വെയിറ്റും കാര്യങ്ങളും വരും. അത് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളും വെച്ചിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചോദിക്കേണ്ടി വരും സാർ. ഇതിനൊരു ഹൈറ്റ് ആണ് നമുക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ വെയിറ്റ് ഓപ്ഷൻ ഇല്ലല്ലേ? അല്ല, എനിക്ക് കുറച്ച് ഏറെ വെയിറ്റ് ഉള്ളതാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ സാറ് ജസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക സാർ. അതാകുമ്പോ അവർക്കായാലും ചൂസ് ചെയ്ത് നോക്കാനായിട്ടും നമ്മൾ ഇൻട്രസ്റ്റ് അയക്കുമ്പോ റിപ്ലൈ വരാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോ ഒരു പെണ്ണ് കാണാൻ പൊക്കോണ്ടിരിക്കുക. അതാ. ഓക്കെ ഓക്കെ, അപ്പൊ കണ്ടിട്ട് വന്നിട്ട് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇതിപ്പം കുറച്ചേറെ ആയ, ഇനി കണ്ട് ഇപ്പൊ എനിക്ക് ഒരു തീരുമാനമായി. ഇപ്പൊ 27 അല്ലേ ആയിട്ടുള്ളൂ സാർ. ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരും പയ്യന്മാരെ സംബന്ധിച്ച് 30 ഒക്കെയാണ് ഇപ്പൊ മാരേജിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. കാരണം പെൺകുട്ടികൾ കിട്ടാനില്ലാത്തത് കൊണ്ടും അല്ല ഇത് വരുന്നത്. എന്റെ അനിയനെ ഓൾറെഡി കെട്ടി. എന്താ അനിയനെ ഓൾറെഡി കെട്ടി, ഇപ്പൊ പുരതർന്ന് നിൽക്കുകയാണ് ഞാൻ. ലവ് മാരേജ് അല്ലായിരുന്നോ? അവൻ വിളിച്ചിറക്കേണ്ടി വന്ന്. അപ്പൊ അതുകൊണ്ടാണ് സാർ ആലോചിച്ച് മാരേജിലേക്കൊക്കെ മൂവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. എന്റെ ചേട്ടനൊക്കെ അറിയുമ്പോ